ഇന്ത്യ പാക് സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും ആണവശേഷിയെക്കുറിച്ച് ചർച്ചകൾ സജീവമാണ്. ഈ സാഹചര്യത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവായുധം ഏതാണ്, ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന ചോദ്യവും പ്രസക്തമാകുന്നുണ്ട്. അതിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ: റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ബോംബ് റഷ്യയുടെ കൈവശമാണുള്ളത്. അതിൻ്റെ പേരാണ് സാർ ബോംബ. വിയോൺ റിപ്പോർട്ടുകൾ പ്രകാരം 1961 സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ച സാർ ബോംബ ഇതുവരെ പൊട്ടിത്തെറിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവായുധമാണ്. ഏകദേശം 50 മെഗാടൺ TNT സ്ഫോടനശേഷിയുള്ള സാർ ബോംബ ഹിരോഷിമയിൽ വർഷിച്ച ബോംബിനേക്കാൾ 3000 മടങ്ങ് ശക്തിയുള്ളതാണ്. 100 മെഗാടൺ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സാർ ബോംബയിൽ വിനാശകരമായ ആണവ വീഴ്ചയുടെ സാധ്യത പരിമിതപ്പെടുത്തുന്നതിനായി വൈദ്യുതി പകുതിയായി വിച്ഛേദിച്ചു. അങ്ങനെ ചെയ്തിട്ടും സ്ഫോടനത്തിന്റെ ഫലമായി 8 കിലോമീറ്റർ വീതിയുള്ള ഒരു അഗ്നിഗോളവും 60 കിലോമീറ്ററിലധികം ഉയരത്തിൽ എത്തിയ ഒരു കൂൺ മേഘവും ഉണ്ടായതായി വിയോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രധാന നഗരത്തിൽ വർഷിച്ചാൽ സാർ ബോംബയ്ക്ക് 35 കിലോമീറ്റർ ചുറ്റളവിലുള്ളതെല്ലാം നശിപ്പിക്കാനും 100 കിലോമീറ്റർ അകലെ വരെ 3rd ഡിഗ്രി പൊള്ളലേറ്റ് വീഴാനും സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ളവ തകർക്കാനും കഴിയും. പ്രത്യേകം സജ്ജീകരിച്ച ഒരു സോവിയറ്റ് 295 ബോംബർ വിമാനം 1961 ഒക്ടോബർ 30 ആർട്ടിക് സമുദ്രത്തിലെ വിദൂര ദ്വീപുകളുടെ ശൃംഖലയായ നോവയ സെംലയിലേക്ക് പറന്നു. സോവിയറ്റ് യൂണിയൻ പലപ്പോഴും ആണവ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. വായു സാമ്പിളുകളും ന്യൂക്ലിയർ വീഴ്ചകളും നിരീക്ഷിക്കുന്നതിനുള്ള മൂവി ക്യാമറകളും ഉപകരണങ്ങളും ഘടിപ്പിച്ച ഒരു ചെറിയ വിമാനവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അത് വെറും ഒരു പതിവ് ആണവ പരീക്ഷണമായിരുന്നില്ല. വിമാനത്തിന്റെ അടിഭാഗത്ത് ഘടിപ്പിച്ചിരുന്നത് ഒരു തെർമോ ന്യൂക്ലിയർ ബോംബായിരുന്നു. അത് സാധാരണ ഇന്റീരിയർ ബോംബ് ബേക്കുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലുതുമായിരുന്നു. സിലിണ്ടർ ആകൃതിയിലുണ്ടായിരുന്ന ഉപകരണത്തിന് 26 അടി, അതായത് 8 മീറ്റർ നീളവും ഏകദേശം 59,525 പൗണ്ട്, അതായത് 27 മെട്രിക് ടൺ ഭാരവുമുണ്ട്. ആ ആണവ ബോംബിന് നൽകിയ ഔദ്യോഗിക നാമം ഇസ്ഡലിയെ 602 എന്നായിരുന്നു. എന്നാൽ അത് ചരിത്രത്തിൽ സാർ ബോംബ എന്ന വിളിപ്പേരിൽ ഇടം നേടി. സാർ ബോംബയുടെ പരീക്ഷണം ശീതയുദ്ധത്തിന്റെ മൂർധന്യത്തിൽ സോവിയറ്റുകളും അമേരിക്കയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പ്രതീകമായിരുന്നു. 1961 ജൂണിൽ വിയന്നയിൽ സോവിയറ്റ് നേതാവ് നികിത ക്രൂഷ്ചേവും അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയും തമ്മിലുള്ള ഉച്ചകോടി പരാജയപ്പെട്ടതിനു ശേഷം 1950കളുടെ അവസാനം മുതൽ ഇരു രാജ്യങ്ങളും നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണങ്ങൾക്ക് അനൗപചാരിക മൊറട്ടോറിയം അവസാനിപ്പിക്കുന്നതുൾപ്പെടെ സോവിയറ്റ് സൈനിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ക്രൂഷ്ചേവ് തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ശേഷം ആ പരീക്ഷണം പുനരാരംഭിച്ചത് സോവിയറ്റ് ആയുധ ഗവേഷകർക്ക് ഒരു ഭീമൻ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നതിനുള്ള ഒരു ആശയം പരീക്ഷിക്കാൻ അവസരം നൽകിക്കൊണ്ടായിരുന്നു. ആറ്റം ബോംബുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളെക്കാൾ വളരെ വലുതായിരുന്നു ഇത്. സാർ ബോംബയുടെ പരീക്ഷണം ശീതയുദ്ധത്തിലെ ആയുധ മത്സരത്തിന്റെയും മനുഷ്യന്റെ കൈവശമുള്ള വിനാശകരമായ ശേഷിയുടെയും ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ്. ലോകത്തിന് ഇതിന് സമാനതകളില്ലാത്ത മറ്റൊരു ആയുധം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു ആയുധം എന്നതിലുപരി ശക്തിയുടെയും ഭയത്തിന്റെയും രാഷ്ട്രീയ സന്ദേശമായി മാറുകയായിരുന്നു.